ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. 2 ദിനവൃത്താന്തം 24 അധ്യായത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത്. വേദപുസ്തകങ്ങളോ ദയവായി തുറന്നു വെക്കുകയും വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. 2 ദിനവൃത്താന്തം 24 അധ്യായം യഹൂദ രാജാവായ യോവാശിന്റെ ജീവിതത്തിലെ ഉയർച്ചയും വീഴ്ചയും വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു പ്രധാന അധ്യായമാണ്. ബാല്യത്തിൽ തന്നെ രാജാവായ യോവാശ് മഹാപുരോഹിതനായ യഹോയാദാവിന്റെ സംരക്ഷണത്തിലും ആത്മീയ മാർഗനിർദ്ദേശത്തിലും വളർന്നു. യഹോയാദാവിന്റെ നേതൃത്വത്തിൽ യോവാശ് യഹോവയ്ക്ക് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുകയും ദേവാലയം പുതുക്കി പണിയുകയും ചെയ്തു. എന്നാൽ യഹോയാദായുടെ മരണശേഷം യോവാശിന്റെ ജീവിതത്തിൽ വലിയ ആത്മീയ മാറ്റം സംഭവിച്ചു. അവൻ ദൈവത്തെ വിട്ടുമാറി വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു. പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ഒടുവിൽ ദൈവിക ന്യായവിധി നേരിടുകയും ചെയ്തു. ഈ അധ്യായം ഒരു രാജാവിന്റെ ചരിത്രം മാത്രമല്ല, ആത്മീയ നേതൃത്വം, ദേവാലയത്തിന്റെ പുനരുദ്ധാനം, വ്യക്തിപരമായ വിശ്വാസം, നന്ദിയുള്ള ജീവിതം, പ്രവാചക ശബ്ദത്തോടുള്ള പ്രതികരണം, നല്ല തുടക്കത്തേക്കാൾ നല്ല അന്ത്യം എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ ആത്മീയ സന്ദേശമാണ് ഇത് നൽകുന്നത്. യോവാശിന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശ്രദ്ധേയമാണ്. അവൻ വളരെ ചെറുപ്പത്തിൽ രാജാവായി. അവന്റെ പിതാവായ അഹസ്യാവിന്റെ മരണശേഷം അദല്യ രാജകുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ യോവാശിനെ യഹോയാദാവും ഭാര്യയായ യഹോശബയാത്തും സംരക്ഷിച്ചു. 6 വർഷത്തോളം അവൻ ദേവാലയത്തിൽ രഹസ്യമായി വളർത്തപ്പെട്ടു. പിന്നീട് യഹോയാദ അവനെ രാജാവായി അഭിഷേകം ചെയ്തു. ഇവിടെ ദൈവത്തിന്റെ സംരക്ഷണവും മനുഷ്യരുടെ വിശ്വസ്തമായ ശുശ്രൂഷയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണാം. പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ വിശ്വസ്തതയിലൂടെയാണ്. യോവാശിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സ്വാധീനം യഹോയാദ പുരോഹിതനായിരുന്നു. യഹോയാദ അവനെ സംരക്ഷിച്ചത് മാത്രമല്ല, ദൈവത്തിന്റെ വഴിയിൽ നടത്തുകയും ചെയ്തു. അവന്റെ നേതൃത്വത്തിൽ വിഗ്രഹാരാധന നീക്കുകയും യഹോവയുടെ ആരാധന പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് യഹോയാദ ഒരു പുരോഹിതൻ മാത്രമല്ല, ഒരു ആത്മീയ മാർഗദർശിയുമായിരുന്നു. ഇന്നത്തെ സഭയ്ക്കും ഇതിൽ വലിയൊരു പാഠമുണ്ട്. യഥാർത്ഥ ആത്മീയ നേതൃത്വം മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നതിലല്ല, അവരെ ദൈവത്തോട് അടുപ്പിക്കുന്നതിലാണ്. യോവാശിന്റെ ഭരണകാലത്ത് ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിന് പ്രത്യേകം പ്രാധാന്യം ലഭിച്ചു. അദല്യായുടെ കാലത്ത് ദേവാലയം അവഗണിക്കപ്പെട്ടിരുന്നു. അതിനാൽ യോവാശ് പുരോഹിതന്മാരോടും ലേവ്യരോടും ദേവാലയത്തിന്റെ കേടുപാടുകൾ തീർക്കുവാൻ ആവശ്യപ്പെട്ടു. പിന്നീട് ദേവാലയത്തിന്റെ വാതിലിനരികിൽ ഒരു പെട്ടി സ്ഥാപിക്കുകയും ജനങ്ങൾ സ്വമേധയാ ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിനായി പണം നൽകുകയും ചെയ്തു. ആവശ്യമായ ധനം ശേഖരിക്കപ്പെട്ടപ്പോൾ ദേവാലയം പുതുക്കിപ്പണിതു. ഈ സംഭവം ക്രിസ്തീയ സാമ്പത്തിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നൽകുന്നത് വെറും സാമ്പത്തിക ഇടപാട് മാത്രമല്ല, അത് ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെയും നന്ദിയുടെയും സമർപ്പണത്തിന്റെയും പ്രകടനമാണ്. സഭയുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതും ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. എന്നാൽ കെട്ടിടം പുതുക്കുന്നതിലുപരി അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ആരാധനയും പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ദൈവസാന്നിധ്യവുമാണ്. ദേവാലയം പുതുക്കിയതോടെ ആരാധനയും പുനഃസ്ഥാപിക്കപ്പെട്ടു. യോവാശിന്റെ ഭരണത്തിന്റെ ഈ ഘട്ടം ആത്മീയ പുനരുദ്ധാനത്തിന്റെ നല്ല മാതൃകയാണ്. ഒരു സമൂഹത്തിന്റെ ആത്മീയ നവീകരണം പലപ്പോഴും ദൈവത്തെ വീണ്ടും കേന്ദ്രസ്ഥാനത്ത് സ്ഥാപിക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. ദൈവാലയം ശുചീകരിക്കപ്പെട്ടതുപോലെ മനുഷ്യന്റെ ഹൃദയവും ശുചീകരിക്കപ്പെടണം. ഭൗതികമായ പുനർനിർമ്മാണം മാത്രം മതിയാകില്ല, ഹൃദയത്തിന്റെ പുനരുദ്ധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ യോവാശിന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവ് യഹോയാദായുടെ മരണത്തോടെയാണ് സംഭവിക്കുന്നത്. യഹോയാദ മരിച്ച ശേഷം യോവാശിന്റെ ആത്മീയ അടിത്തറ എത്രത്തോളം വ്യക്തിപരമായിരുന്നു എന്നത് തെളിഞ്ഞു. യഹൂദയിലെ പ്രഭുക്കന്മാർ രാജാവിനെ സമീപിക്കുകയും അവരുടെ സ്വാധീനത്തിൽ യോവാശ് യഹോവയുടെ ആലയത്തെ ഉപേക്ഷിക്കുകയും അശേര പ്രതിമകളുടെയും വിഗ്രഹങ്ങളുടെയും ആരാധനയിലേക്ക് തിരിയുകയും ചെയ്തു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യം നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരാളുടെ വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ വിശ്വാസത്തിന് പകരമാകില്ല. മാതാപിതാക്കളുടെ വിശ്വാസം, പുരോഹിതന്റെ വിശ്വാസം, സഭയുടെ വിശ്വാസം എന്നിവ നമ്മെ സ്വാധീനിക്കാം. എന്നാൽ ഓരോ വ്യക്തിക്കും ദൈവവുമായി
വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കണം. യഹോയാദ ജീവിച്ചിരുന്നപ്പോൾ യോവാശ് ശരിയായ വഴിയിൽ നടന്നു. എന്നാൽ യഹോയാദായുടെ മരണശേഷം അവന്റെ സ്വന്തം വിശ്വാസത്തിന്റെ ആഴം വെളിപ്പെട്ടു. യോവാശിന്റെ ആത്മീയ വീഴ്ചയിലും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. അവനെ തിരികെ കൊണ്ടുവരുന്നതിനായി പ്രവാചകന്മാരെ അയച്ചു. എന്നാൽ രാജാവും ജനങ്ങളും അവരുടെ മുന്നറിയിപ്പ് കേട്ടില്ല. ഇതിലൂടെ ദൈവത്തിന്റെ കരുണയും മനുഷ്യന്റെ കഠിന ഹൃദയവും ഒരുമിച്ച് കാണാം. ദൈവം ന്യായവിധി വരുത്തുന്നതിന് മുമ്പ് മനുഷ്യന് മാനസാന്തരത്തിനുള്ള അവസരം നൽകുന്നു. ദൈവത്തിന്റെ മുന്നറിയിപ്പ് ശിക്ഷയല്ല, പലപ്പോഴും അത് രക്ഷയിലേക്കുള്ള ക്ഷണമാണ്. യഹോയാദായുടെ മകനായ സഖരിയാവ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ജനത്തോട് ധൈര്യത്തോടെ സംസാരിച്ചു. അവർ യഹോവയുടെ കൽപ്പനകൾ ലംഘിക്കുന്നത് എന്തിനെന്ന് അവൻ ചോദിച്ചു. യഹോവയെ ഉപേക്ഷിച്ചാൽ ശുഭമുണ്ടാകില്ലെന്നും അവൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ യോവാശ് ആ പ്രവാചക ശബ്ദം കേൾക്കാതെ സഖരിയാവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൽപ്പിച്ചു. ഇവിടെയാണ് യോവാശിന്റെ നന്ദിയില്ലായ്മ ഏറ്റവും ദാരുണമായ രീതിയിൽ പ്രകടമാകുന്നത്. യഹോയാദ ഒരിക്കൽ അവന്റെ ജീവൻ രക്ഷിക്കുകയും അവനെ രാജാവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യഹോയാദായുടെ മകനായ സഖരിയാവ് സത്യം പറഞ്ഞപ്പോൾ യോവാശ് അവനെ കൊല്ലാൻ അനുവദിച്ചു. ഒരിക്കൽ തനിക്ക് നന്മ ചെയ്തവരെ മറക്കുകയും ദൈവത്തിന്റെ സത്യം പറയുന്നവരെ ശത്രുക്കളായി കാണുകയും ചെയ്യുന്നത് ആത്മീയ വീഴ്ചയുടെ ലക്ഷണമാണ്. സഖരിയാവ് മരിക്കുന്നതിന് മുമ്പ് യഹോവ കണ്ടുകൊള്ളട്ടെ, അവൻ ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഈ വാക്കുകളിൽ ദൈവത്തിന്റെ നീതിയിലുള്ള വിശ്വാസം കാണാം. മനുഷ്യരുടെ മുമ്പിൽ നീതി ലഭിക്കാത്തപ്പോഴും ദൈവമെല്ലാം കാണുന്നു. മനുഷ്യർ മറന്നാലും ദൈവം മറക്കുന്നില്ല. വിശ്വാസിയുടെ പ്രതികാരത്തിലല്ല, ദൈവത്തിന്റെ നീതിയിൽ വിശ്വസിക്കുന്നതിലാണ്. സഖരിയാവിന്റെ മരണത്തിനു ശേഷം യോവാശിന്റെ മേൽ ദൈവിക ന്യായവിധി വന്നു. അരാമ്യരുടെ സൈന്യം യഹൂദയെ ആക്രമിച്ചു. അവരുടെ സൈന്യം വലിയതല്ലാതിരുന്നിട്ടും അവർ യോവാശിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇതിലൂടെ ഒരു പ്രധാന ആത്മീയ തത്വം വ്യക്തമാകുന്നു. മനുഷ്യശക്തിയും സൈനിക ശക്തിയും എല്ലായ്പ്പോഴും വിജയത്തിന്റെ ഉറപ്പല്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ വലിയ ശക്തിയും സുരക്ഷ നൽകണമെന്നില്ല. അവസാനം യോവാശ് ഗുരുതരമായി പരിക്കേറ്റു. സ്വന്തം സേവകരായ സാബാദും യഹോസാബാദും അവനെ കൊന്നു. ഒരിക്കൽ ദേവാലയം പുതുക്കിപ്പണിത രാജാവിന്റെ ജീവിതം ദാരുണമായ രീതിയിൽ അവസാനിച്ചു. അവന്റെ ജീവിതത്തിന്റെ തുടക്കം നല്ലതായിരുന്നു, എന്നാൽ അന്ത്യം ആത്മീയ പരാജയത്തിൽ അവസാനിച്ചു. ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും ഗൗരവമുള്ള പാഠം. നല്ല തുടക്കം മാത്രം മതിയാകില്ല, ജീവിതത്തിന്റെ അവസാനം വരെ ദൈവത്തോട് വിശ്വസ്തരായി നിലനിൽക്കണം. ഒരു വ്യക്തി ഒരിക്കൽ ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം അവന്റെ വിശ്വാസ ജീവിതം സുരക്ഷിതമാണെന്ന് കരുതാനാവില്ല. ദിവസേന ദൈവത്തിൽ ആശ്രയിക്കുകയും വചനത്തിൽ നിലനിൽക്കുകയും മാനസാന്തരത്തോടെ ജീവിക്കുകയും വേണം. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ സഖരിയാവിന്റെ സംഭവം യേശുക്രിസ്തുവിന്റെ വാക്കുകളുമായി ബന്ധപ്പെടുന്നു. യേശു തന്റെ കാലത്തെ മതനേതാക്കളെ വിമർശിക്കുമ്പോൾ സഖരിയാവിന്റെ രക്തത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. മത്തായി 23:35. ദൈവത്തിന്റെ പ്രവാചകന്മാരെ നിരസിക്കുന്ന മനുഷ്യ സ്വഭാവം ഒടുവിൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിരസിക്കുന്നതിലും എത്തുന്നു. അതിനാൽ ഈ അധ്യായം നമ്മെ ക്രിസ്തുവിലേക്കും അവന്റെ രക്ഷയിലേക്കും നയിക്കുന്ന ഒരു മുന്നറിയിപ്പായി വായിക്കാം. ഇന്നത്തെ സഭയ്ക്കും ഈ അധ്യായം വളരെ പ്രസക്തമാണ്. സഭയിൽ നല്ല ആത്മീയ പാരമ്പര്യം ഉണ്ടായിരിക്കണം. എന്നാൽ പാരമ്പര്യം മാത്രം മതിയാകില്ല. ഓരോ തലമുറയും വ്യക്തിപരമായി ദൈവത്തെ അറിയണം. സഭയുടെ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും പരിപാടികളും പ്രധാനമാണ്. എന്നാൽ അവയേക്കാൾ പ്രധാനപ്പെട്ടത് ദൈവത്തോടുള്ള ജീവനുള്ള ബന്ധമാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള കാരണമാകാതെ കൂടുതൽ നന്ദിയോടെ അവനെ സേവിക്കാനുള്ള അവസരമാകണം. അതുപോലെ തന്നെ നമ്മെ തിരുത്തുന്ന വചനത്തെയും ഉപദേശത്തെയും സ്വീകരിക്കുവാൻ നമുക്ക് വിനയം വേണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുകയും തിരുത്തുന്ന സത്യത്തെ നിരസിക്കുകയും ചെയ്താൽ ആത്മീയമായി അപകടത്തിലാകും. യഥാർത്ഥ ദൈവവചനം ചിലപ്പോൾ നമ്മെ അസ്വസ്ഥരാക്കാം. എന്നാൽ ആ അസ്വസ്ഥത തന്നെ മാനസാന്തരത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയായിരിക്കാം. വ്യക്തിപരമായി ഈ അധ്യായം നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്റെ വിശ്വാസം മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ മാത്രം ആശ്രയിച്ചാണോ? ദൈവവുമായി എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടോ? എന്നെ തിരുത്തുന്ന ദൈവവചനത്തെ ഞാൻ സ്വീകരിക്കുന്നുണ്ടോ? ദൈവം എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ച ആളുകളോട് ഞാൻ നന്ദിയുള്ളവരാണോ? നല്ല തുടക്കത്തിന് ശേഷവും ഞാൻ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ?
എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്തം 24 അധ്യായം യോവാശിന്റെ ജീവിതത്തിലൂടെ ശക്തമായ ഒരു ആത്മീയ മുന്നറിയിപ്പ് നൽകുന്നു. യഹോയാദായുടെ നേതൃത്വത്തിൽ അവൻ നല്ല കാര്യങ്ങൾ ചെയ്തു. ദേവാലയം പുതുക്കി പണിതു, ആരാധന പുനഃസ്ഥാപിച്ചു, ജനങ്ങളുടെ പിന്തുണ നേടി. എന്നാൽ യഹോയാദായുടെ മരണശേഷം അവൻ ദൈവത്തിൽ നിന്ന് അകന്നു. പ്രവാചകന്മാരുടെ ശബ്ദം നിരസിച്ചു, സഖരിയാവിനെ കൊന്നു. ഒടുവിൽ ദൈവിക ന്യായവിധി നേരിട്ടു. അതിനാൽ ഈ അധ്യായത്തിന്റെ പ്രധാന സന്ദേശം നല്ല തുടക്കത്തേക്കാൾ വിശ്വസ്തമായ അന്ത്യം പ്രധാനമാണ് എന്നതാണ്. ദൈവം നമ്മെ നയിക്കുന്ന ആത്മീയ നേതാക്കളെ നന്ദിയോടെ ആദരിക്കണം. എന്നാൽ അവരുടെ വിശ്വാസത്തിൽ മാത്രം ആശ്രയിക്കാതെ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണം. ദൈവത്തിന്റെ വചനത്തെ കേൾക്കുകയും തിരുത്തൽ സ്വീകരിക്കുകയും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിൽ വിശ്വസ്തരായി നിലനിൽക്കുകയും വേണം. അതിനായി ഈ വചനം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.